ഹലോ ഗൈസ്, വെൽക്കം ടു അണ്ടർദാസ് ബ്ലോഗ്. സുഖമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും തമ്പനയിൽ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഫാമിലി ഫോട്ടോ കാണിച്ചു തരാൻ കേട്ടോ. അപ്പോൾ സംഭവം കുറേ ദിവസമായി നിങ്ങൾ കമൻറ്റ് ഇടുന്ന എൻ്റെ ഏതോ ഒരു വീഡിയോയിൽ ബാക്കിൽ ജനലമിൽ ആൽബം വെച്ചിരുന്നു. അത് കണ്ടിട്ട് ഫോട്ടോ കാണിച്ചു തരുമെന്നല്ലേ. അത് സംഭവമായിട്ടുള്ള ഫോട്ടോ ഒക്കെ കേടായിട്ടുണ്ട്. അതാണ് ഞാൻ പിന്നെ കാണിച്ചു തരാൻ. അല്ലേ, ഞങ്ങൾ ചേച്ചിൻ്റെ കല്യാണത്തിന് നാട്ടിലേക്ക് പോയിരുന്നു 2014. അപ്പോൾ ആ ആൽബമിലെ പുറത്ത് വെച്ചിട്ടാണ് പോയിരുന്നത്. അപ്പോൾ അവിടെ അന്ന് ഓടുപണി നടന്നു. അങ്ങനെ മഴ പെയ്ത് എല്ലാ ഫോട്ടോസും കേടായി. ആ ആൽബത്തിൻ്റെ ഉള്ളിൽ വെള്ളം പോയിട്ട് ഫോട്ടോസൊക്കെ കേടായി. കുറച്ച് ഫോട്ടോ ഉണ്ട്, കേടായതിൽ കുറച്ച് ബാക്കി കാണുന്നുണ്ട്. എന്തായാലും കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് ഫാമിലി ഫോട്ടോ കാണിക്കണോ? വേണ്ടല്ലോ, വേണ്ട, ലാസ്റ്റ് കാണിച്ചു തരാം. അതിൻ്റെ ഫേസൊന്നും ഇല്ല. ഇതില്ലേ അച്ഛൻ്റെ അനിയൻ്റെ വൈഫ് കേട്ടോ. ഇതോരെ മോന്. ഇത് മാമന്, മാമി, മോള്. ഇവരിപ്പോൾ നല്ല തടിയുണ്ട്. ഇതിൽ മെലിഞ്ഞിട്ടല്ലേ, ഇപ്പം നല്ല തടിയുണ്ട്. ഇത് ഓരന്നെ, ഇത് കുറച്ച് കഴിഞ്ഞെടുത്തത്. ഇത് മാമന്, നേരത്തെ ഫോട്ടോ ഉണ്ടല്ലേ ഇതിലുള്ള. ഇത് അമ്മ, അച്ഛൻ. പോള കമ്പനി, ഞാൻ അന്ന് വീടിട്ടില്ലേ, ആ കമ്പനിത്തെ ഫോട്ടോയാണിത്. അവിടെ നിർത്താൻ. ഇത് ഏട്ടൻ്റെ സ്കൂൾ ഫോട്ടോയാണ്. ഇതാ ഇവിടെ ഏട്ടൻ. കാണൂല, ഫേസ് ക്ലിയർ ഇല്ല. എന്താ ഫോട്ടോ കേടായിട്ടുണ്ട് ഈ ഭാഗത്ത് തന്നെ, അതുകൊണ്ട്. ഇത് അമ്മ, പിന്നെ അവിടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ചേച്ചി. ഇതോരെ മോള്. ഇതൊന്നും കാണൂല. നല്ല രസമുള്ള ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊക്കെ കേടായി. ഞങ്ങളെ കുറേ ചെറുപ്പത്തിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. ഇത് വലിയ ചേച്ചി. ഇതില്ലേ കല്യാണത്തിന് ഫോട്ടോ അയക്കാൻ വേണ്ടിയിട്ട് എടുക്കൂലേ, ചെക്കന്മാരെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, നോക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ എടുത്ത ഫോട്ടോ കേട്ടോ. ഇത് വേറെ ചേച്ചിൻ്റെ അടുത്തുണ്ട് നമ്മളെ ഫാമിലി ഫോട്ടോ. ഇതിൻ്റെ അല്ലേ വലിയൊരു ഫ്രെയിം ആക്കിയിട്ട് നാട്ടിലുണ്ട് കേട്ടോ. ചെറിയച്ഛൻ്റെ വീട്ടിൽ അവിടെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വലിയ ഫ്രെയിം. ഞാൻ അവിടേക്ക് പോവുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇല്ലേ അന്ന് ഒരു അങ്കിളിന് കാണിച്ചിരുന്നില്ലേ, നമ്മളെ കമ്പനി പഴയ ഓണർ, ഓരോടത്തുണ്ട് കേട്ടോ ഈ ഫോട്ടോ. ഇപ്പോഴും ഓരോ ഫോണിലുണ്ട്. ഇത് വലിയ ചേച്ചി, ചെറിയ ചേച്ചി, വലിയ ഏട്ടൻ, ചെറിയ ഏട്ടൻ, മീൻസ് എൻ്റെ കാട്ടി മൂത്തതാണ്, ഞാൻ ഏറ്റവും ചെറുത്ത്. അമ്മ, അച്ഛൻ. അമർജിത്ത്, പൂജ, അഞ്ജലി, നിങ്ങളെല്ലാവരും ശിവാഞ്ജലി എന്ന് അറിയുണ്ടാവും. സാഗർ, അനുരാധ, സംഗീതാദേവി, കമലേഷ് കുമാർ. അതാ എൻ്റെ മുഖമൊന്നും കാണില്ലല്ലോ, സാരി കണ്ടങ്ങൾ. അപ്പം ഇതാണ് ഇതിൻ്റെ പുതിയത്. കിട്ടുകയാണെങ്കിൽ ഞാൻ നാട്ടിൽ പോവുകയാണെങ്കിൽ എന്തായാലും കാണിച്ചിട്ടുണ്ട്. ഇതിന് ശരിയാവുമെന്ന് അറിയില്ല, ഷോപ്പിൽ കൊടുത്തു നോക്കണം. നന്നാക്കാൻ പറ്റുകയാണെങ്കിൽ നന്നാക്കിയെടുക്കാം എല്ലാ ഫോട്ടോസും. ഇനിയും കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നേ ചെറുപ്പത്തിൻ്റെ ഒക്കെ, പക്ഷേ ഒക്കെ കേടായി. ഇതിൻ്റെ കാട്ടി തീരെ കാണാൻ പറ്റില്ല, അങ്ങനെ ആയിട്ടുണ്ട്. ഇത് ചേച്ചി, പിന്നെ അച്ഛനും ചേച്ചിയും. ഇതൊന്നും കാണൂല ഫേസ്, ഒന്നുമില്ല. ഇത് അമ്മ, അടുത്തൊരു ചേച്ചിനെ ആയിട്ട്. ഇതമ്മ, ചേച്ചി. ഇതൊന്നും ഫേസ് ക്ലിയർ ഇല്ല. ഇതൊക്കെ നമ്മൾ കേരളത്തിൽ വന്ന് ആ ടൈമിൽ എടുത്ത ഫോട്ടോസാട്ടോ. പിന്നെ എടുത്തിട്ടില്ല. പിന്നെ ആരും അപ്പുറം കണ്ടിട്ടില്ല. മീൻസ് ഇപ്പോൾ വലിയ ചേച്ചി വരികയാണെങ്കിൽ ചെറിയ ചേച്ചി വരില്ല, ചെറിയ ചേച്ചി വരികയാണെങ്കിൽ വലിയ ചേച്ചി ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഇപ്പോൾ ഫാമിലി ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി എന്തായാലും നോക്കട്ടെ, എന്തെങ്കിൽ എല്ലാവരും കണ്ടുമുട്ടാണെങ്കിൽ നല്ലൊരു ഫാമിലി ഫോട്ടോ എടുക്കണം എന്തായാലും. ഇപ്പം എന്തായാലും നാട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവരും കാണാമായിരിക്കും എന്നൊരു വിശ്വാസം.
ഇനി കുറച്ച് Q&A ചെയ്യാം അല്ലേ? അപ്പോൾ അധികം ക്വസ്റ്റ്യൻസ് ഇല്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞുതരാം. ഏട്ടൻ്റെ വർക്ക് ചോദിക്കുന്നുണ്ട് കുറേ പേര്. ഏട്ടന് എന്താ വർക്ക് എന്ന്. വലിയ ഏട്ടനിക്ക് ഇൻ്റർലോക്കിൻ്റെ വർക്കാട്ടോ. പിന്നെ ചെറിയ ഏട്ടൻ ഇപ്പം നാട്ടിലാണ്. ഓന് വരുന്നുണ്ട്, ഇപ്പോൾ നാട്ടിലാണ്. അപ്പോൾ ഓനിപ്പോൾ ഒന്നും ചെയ്യില്ല. ഓൻ ചെയ്യുകയാണെങ്കിലും ഹോട്ടലിലൊക്കെ ചെയ്യുള്ളൂ. എന്താ പറയുക, ഓനക്ക് ഫുഡ് മെയിനാണ്. അതുകൊണ്ട് ഹോട്ടലാണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫുഡ് കിട്ടുമല്ലോ, അതുകൊണ്ട്. പിന്നെ വലിയ ഏട്ടന് ഇൻ്റർലോക്കിൻ്റെ വർക്കാട്ടോ. പിന്നെ കുറച്ച് പേര് പറഞ്ഞിരുന്നു ഏട്ടന് സ്വന്തം ഏട്ടാണോ എന്ന്. വലിയ ഏട്ടൻ കണ്ടിട്ട് സ്വന്തം ഏട്ടാ എന്താ പറയുക, ഓരോ ഏട്ടനെ കാണാൻ മലയാളിൻ്റെ ലുക്ക് ഉണ്ട് എന്നൊക്കെ കുറേ പേര് കമൻറ്റിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ സ്വന്തം ഏട്ടാണ് കേട്ടോ. പിന്നെ ഒരേട്ടന് കമൻറ്റിൽ കൃഷി കാണിച്ചു തരുമോ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അവിടെ ഇല്ല, അതുകൊണ്ട് കൃഷി കാണിച്ചു തരാൻ കഴിയൂല. ഇപ്പോൾ അവിടെ നെല്ലാട്ടോ, എന്താ തണുപ്പല്ലേ, അപ്പോൾ നെല്ലിൻ്റെ കൃഷി ആട്ടോ ഇപ്പോൾ അവിടെ ചെയ്യുന്നത്. എന്തായാലും ഞാൻ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ കൃഷി ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും കാണിച്ചു തരും കേട്ടോ. അപ്പോൾ അടുത്തെന്തോ കല്യാണം വരാനുണ്ട് മേ ബി. അപ്പോൾ എന്തായാലും ചിലപ്പം പോകേണ്ടി വരും. അപ്പോൾ പോവുകയാണെങ്കിൽ ഞാൻ എന്തായാലും കാണിച്ചു തരും കേട്ടോ. പിന്നെ എന്നോടില്ലേ കുറേ പേര് കമൻറ്റിൽ ചോദിച്ചിരുന്നു ഞങ്ങൾക്ക് 2 യൂട്യൂബ് ചാനലുണ്ടോയെന്ന്. അപ്പോൾ എനിക്ക് 2 യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. ഒന്ന് ഹിന്ദിയിൽ, ഒന്ന് മലയാളത്തിൽ. ഹിന്ദിയിൽ ആണ് ഞാൻ ഏറ്റവും ഫസ്റ്റ് തുടങ്ങിയിരുന്നത്. ഞാൻ +2 എങ്ങാനും പഠിക്കുമ്പോഴാണ് തോന്നുന്നുണ്ട്. പിന്നെ ഞാനതിൽ ഇങ്ങനെ എപ്പോഴും വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാറില്ല. കുറേയൊക്കെ പഠിക്കാനുണ്ടാകുമ്പോൾ അങ്ങനെ ഞാൻ കുറേ പെൻഡിങ് ആക്കിയിട്ട് അങ്ങനെ മാസത്തിൽ 1 വീഡിയോ 2 വീഡിയോ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്ലോഡ് ചെയ്തിരുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു എനിക്ക് മലയാളത്തിൽ തുടങ്ങിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ കുറേ നിർബന്ധിച്ച് കുറേ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാനൊരു ചാനൽ മലയാളത്തിൽ തുടങ്ങി. അതാണ് ഈ ചാനൽ. അപ്പോഴും ഞാൻ അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യും കേട്ടോ, ഇടയ്ക്ക് 1 2. അപ്പോൾ നിങ്ങൾക്ക് ഹിന്ദി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുരാധ വ്ളോഗ് കോഴിക്കോട് ബീച്ച് എന്ന് അടിച്ചാൽ എൻ്റെ വീഡിയോ ഫസ്റ്റ് കിട്ടും കേട്ടോ. എന്താ പറയുക, ഞാൻ ഫസ്റ്റത്തെ വീഡിയോയിൽ കോഴിക്കോട് ബീച്ചായിരുന്നു അപ്ലോഡ് ചെയ്തത്. അപ്പം അതുകൊണ്ട് അനുരാധ വ്ളോഗ് കോഴിക്കോട് ബീച്ച് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ എൻ്റെ ഒരു വീഡിയോ കാണും, കോഴിക്കോട് ബീച്ചിൻ്റെ. ഞാൻ അതിലിങ്ങനെ വീടിൻ്റെ ലെറ്റഡിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് ട്രാവൽ ചെയ്തിട്ട് അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ വീടിൻ്റെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാറ്. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യില്ല, ഇടയ്ക്ക് 1 2 ചെയ്യലുള്ളൂ. അപ്പം നിങ്ങൾക്ക് കാണണം എന്ന് ഉണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല യൂട്യൂബിൽ ഇങ്ങനെ ക്യാമറൻ്റെ മുന്നിൽ സംസാരിക്കുമ്പോൾ കുറേ വേർഡ്സ് കിട്ടില്ല. അല്ലാതെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ വരുന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം വരില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെന്താ, ഇതിൽ ഞാൻ ആകെ അത് എഴുതി വെച്ചിട്ടുള്ളൂ. പിന്നില്ലേ ഹോം ടൂർ വീഡിയോ കാണിച്ചു തരുമെന്ന് ചോദിക്കുന്നുണ്ടേ. അപ്പം ഞാൻ എല്ലാവരും കൂടി വന്നിട്ട് ഞാൻ അത് ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കാട്ടോ. മീൻസ് ഇപ്പോൾ ചെറിയ ഏട്ടനൊക്കെ വരാണ്ട്. അപ്പോൾ എല്ലാവരും കൂടി വന്നതിൻ്റെ ശേഷം ഞാൻ എല്ലാവരും ഒപ്പരം വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഹോം ടൂറും അങ്ങനെ ചെയ്യാം. അപ്പോൾ അതാകുമ്പോൾ ബെറ്റർ ആവുമല്ലോ, നിങ്ങൾക്ക് എല്ലാവരും കാണാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്യാത്ത. പിന്നെ കുറേ പേര് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ്റെ ക്യാഷ് കിട്ടാൻ തുടങ്ങിയോന്ന് യൂട്യൂബിൽ നിന്ന്. അപ്പോൾ എനിക്കിപ്പോൾ കിട്ടാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. ക്യാഷ് കിട്ടിയാൽ ഞാൻ ഏറ്റവും ഫസ്റ്റ് നിങ്ങളോടാവും ഞാൻ പറയാം. എന്താ പറയുക, നിങ്ങളെ സപ്പോർട്ടാണല്ലോ ഏറ്റവും വലുത്. മീൻസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ കിട്ടിയാൽ ഞാൻ എന്തായാലും ഫസ്റ്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരും കേട്ടോ. ഇപ്പോൾ കിട്ടാൻ തുടങ്ങിയിട്ടില്ല, മോണിറ്റൈസ് ആയിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ കിട്ടിയിട്ടില്ല. എന്തായാലും കിട്ടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗൂഗിൾ ആഡ്സിൻ്റെ അത് വന്നിട്ടില്ല, അതും വരാനുണ്ട്. അപ്പം എന്തായാലും കിട്ടിയാൽ ഞാൻ ഏറ്റവും ഫസ്റ്റ് നിങ്ങളോട് പറയും. പിന്നെ നിങ്ങളെ സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഇതേമാതിരി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ചിലപ്പം കുറച്ച് ദിവസം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉണ്ടാവില്ല. എൻ്റെ ക്യാമ്പ് തുടങ്ങും 14 ദിവസം, ഇപ്പോഴത്തെ തുടങ്ങും, ഒരാഴ്ചൻ്റെ ഉള്ളിൽ തുടങ്ങും. അപ്പോൾ ചിലപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യൽ കുറവാകും. അപ്പോൾ നിങ്ങളാരും പോകരുത് കേട്ടോ, വീഡിയോസ് ഒന്നും ഇല്ലല്ലോ പറഞ്ഞിട്ട്. ഞാൻ ഇടയ്ക്ക് വേണമെങ്കിൽ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടി. ക്യാമ്പിൽ ഫോണൊന്നും യൂസ് ചെയ്യാൻ അങ്ങനെ പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. എന്തായാലും ശ്രമിക്കാം എൻ്റെ ബെസ്റ്റ് കേട്ടോ, വീഡിയോസൊക്കെ എങ്ങനെയെങ്കിലും ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അറിയുള്ളൂ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ
ചോദിച്ചോളൂ കേട്ടോ. ഇതേമാതിരി വേറെ ദിവസം Q&A ചെയ്തിട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. പിന്നെ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പം നിങ്ങൾ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും ഷെയറും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ ബൈ.